വല്ലാത്ത വേദനയാ, മരണത്തിന് വല്ലാത്ത വേദനയാ. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് മരണവേദനയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാ. ഞാനും നിങ്ങളും ചിന്തിക്കുന്നുണ്ടോ ഒരു ദിവസം ഞാനും നിങ്ങളും മരിക്കേണ്ടവരാണെന്നുള്ള ഓർമ്മയുണ്ടോ? ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിലൂടെ ഞാനും നിങ്ങളും എന്തൊക്കെ പേക്കൂത്തുകൾ കാണിച്ചുകൊണ്ട് നടക്കുന്നവരാണ്. നമസ്കരിക്കാൻ സമയത്തിന് വിളിച്ചാ പോകില്ലല്ലോ, നമസ്കരിക്കാറില്ല, നല്ല കാര്യങ്ങൾ ചെയ്യാറില്ല, തോന്നുന്നത് പോലെ പടച്ചവനെ ഞാനാണ് വലുതെന്ന് പറഞ്ഞിട്ട് അഹങ്കരിച്ചുകൊണ്ട് നടക്കുന്ന മുസ്ലിമേ, ഒരു ദിവസം മരണം തേടി വരുമല്ലോ. ഒരു ദിവസം എന്തായാലും എന്നെ തേടി അസ്റായിൽ വരുമല്ലോ. എന്ത് ചെയ്യും സഹോദരാ? എന്തേ അതിനെക്കുറിച്ച് ചിന്തിക്കാത്തത്? കുല്ലു നഫ്സിന് ദായിഖത്തുൽ മൗത്ത്. മരണത്തിന് വേദനയുണ്ടെന്ന് പറഞ്ഞത് അല്ലാഹുവാ. അല്ലാഹുവാണ് പറഞ്ഞത് മരണത്തിന് വേദനയുണ്ടെന്ന്. ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ സ്വർഗം തുറക്കുന്ന മുത്തുനബിയാ കരയുന്നത്, വെള്ളം കോരി മുഖത്തൊഴിക്കുന്നത്. എന്തിന്റെ പേരില്? മരണവേദന സഹിക്കാൻ കഴിയാതെ, മരണവേദന സഹിക്കാൻ കഴിയാതെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടന്ന് പിടയുകയാണ്. ആയിഷാ ബീവിയുടെ മടിയിൽ കിടന്ന് റസൂലുള്ളാഹി തങ്ങൾ തന്റെ ഭാര്യയുടെ മടിയിലാ കിടന്നത്. എന്തൊരു ഭാഗ്യമെന്നറിയോ, എന്തൊരു ഭാഗ്യമെന്നറിയോ? ആയിഷാ ബീവിക്ക് അല്ലാഹു കൊടുത്ത ഏറ്റവും വലിയ ഒരു സ്ഥാനമല്ലേ മുത്തുനബി. ആയിഷാ ബീവിയുടെ മടിത്തട്ടിൽ കിടക്കുകയാണ്. ആയിഷാ ബീവി തലയെടുത്ത് മടിയിൽ വെച്ചോ, വെള്ളം തുണിയിൽ മുക്കിയിട്ട് മുത്തുനബിയുടെ മുഖം തുടയ്ക്കുകയാണ്. ഫാത്തിമ ബീവി എടുത്തിരുന്ന് ഉപ്പാന്റെ ശരീരം തടകുകയാ. പടച്ച റബ്ബേ, അവസാനം റസൂലുള്ള എഴുന്നേറ്റു. പ്രവാചകന് മിസ്വാക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായി. ആയിഷാ ബീവി റളിയല്ലാഹു തആല മിസ്വാക്ക് എടുത്തിട്ട് പ്രവാചകന്റെ കയ്യിൽ വെച്ച് കൊടുക്കുമ്പോ മുത്തുനബിയുടെ കൈ അനങ്ങുന്നില്ല. റസൂലുള്ളാഹി തങ്ങളുടെ കൈ ചലിക്കുന്നില്ല. റസൂലുള്ളാഹിയോട് ആയിഷാ ബീവി ചോദിച്ചു, നബിയേ ഞാൻ തേച്ചു തരട്ടെ? നബിയേ അങ്ങയുടെ പല്ല് ഞാൻ പേച്ചു തരട്ടെ? സ്വന്തം വായിക്കകത്ത് വെച്ച് ചവച്ചരച്ചിട്ട് അള്ളാഹുവിന്റെ റസൂൽ ആയിഷാ ബീവിയുടെ കഴുത്തിന്റെ താഴെ ആ നെഞ്ചത്തിങ്ങനെ ചാരിയിരിക്കുമ്പോ കുഞ്ഞുങ്ങളുടെ പല്ല് തേച്ചു കൊടുക്കുന്നത് പോലെ ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹാ അള്ളാഹുവിന്റെ പ്രവാചകന്റെ പല്ല് തേച്ചു കൊടുക്കുകയാ. മുത്തുനബിയുടെ പല്ല് തേച്ചു കൊടുക്കുകയാ. റബ്ബേ, അവസാനം അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷാ ബീവിയുടെ നെഞ്ചത്തിങ്ങനെ ചാരിക്കിടക്കുമ്പോ മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം അവിടുത്തെ റൂഹുമായിട്ടങ്ങ് പറന്നു പോവുകയാ. അല്ലാഹുവേ, ആ വിളക്കണഞ്ഞു പോയല്ലോ, ആ വിളക്കണഞ്ഞു പോയല്ലോ. ആണുങ്ങൾ ആരുമില്ല, ആയിഷാ ബീവിയും ഫാത്തിമ ബീവിയും മാത്രമാണ് വീടിന്റെ അകത്തുള്ളത്. റബ്ബേ, അല്ലാഹുവിന്റെ പ്രവാചകൻ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. ആയിഷാ ബീവി പറയുന്നുണ്ട്, ആരാ മയ്യത്തെടുത്ത് കിടത്തിയതെന്ന് ഞങ്ങൾക്കറിയില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷാ ബീവിയുടെ നെഞ്ചത്തിങ്ങനെ വഫാത്തായി കിടക്കുമ്പോ ആരാണ് മയ്യത്തെടുത്ത് കിടത്തിയതെന്നറിയില്ല. പടച്ചവനെ, ആയിഷാ ബീവിക്ക് ബോധം വന്നു നോക്കുമ്പോ റസൂലുള്ളാഹിനെ കുളിപ്പിച്ച് കിടത്തിയിരിക്കുകയാ. റസൂലുള്ളാഹി തങ്ങളെ കുളിപ്പിച്ച് കിടത്തിയിരിക്കുകയാ. ആരാ കുളിപ്പിച്ചത്? എന്റെ പ്രിയപ്പെട്ടവരെ, ജിബ്രീൽ അലൈഹിസ്സലാം, മീകായിൽ അലൈഹിസ്സലാം. ഈ രണ്ട് മലക്കുകളും മുത്തുനബിയുടെ ശരീരം എടുത്തു കൊണ്ടുവന്ന് നേരെ കിടത്തുകയാണ്. ഫാത്തിമ ബീവി പറയുന്നു, ഞാനല്ല കിടത്തിയത്. ആയിഷാ ബീവി പറയുന്നു, എനിക്കറിയില്ല. മലക്കുകൾ എടുത്തു കൊണ്ടുവന്ന് കിടത്തുകയാണ്. സുബ്ഹാനല്ലാഹ്, മുത്തുനബിയുടെ വീടിന്റെ അകത്തിരുന്നൊരു നിലവിളിയാണ്. റസൂലുള്ളാഹി തങ്ങളുടെ വീടിന്റെ അകത്ത് നിന്ന് നിലവിളി കേൾക്കുമ്പോ മദീന തേങ്ങുകയാണ്. കേട്ടവർ കരയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന് വഫാത്തായി എന്ന വാർത്തയുണ്ടല്ലോ, കാട്ടുതീ പോലെ പടരുമ്പോ അല്ലാഹുവേ, മഹാനായ
മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പിടഞ്ഞു വീണുപോയി. അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായെന്ന് പറയുമ്പോ ഉസ്മാൻ തങ്ങൾ പിടഞ്ഞു വീഴുകയാ. അലിയാർ തങ്ങൾ നാവ് പൊങ്ങുന്നില്ല, അലിയാർ തങ്ങളുടെ നാവ് പൊങ്ങുന്നില്ല. മസ്ജിദുൻ നബവിയിൽ പലരും തളർന്നു വീണുപോയി. റസൂലുള്ളാഹി വഫാത്തായെന്ന് പറയുമ്പോ പടച്ചവനെ എല്ലാവരും താങ്ങാൻ കഴിയാത്ത വേദനയാണ്. പലരുടെയും നാവ് പൊങ്ങുന്നില്ല, പലരും സംസാരിക്കുന്നില്ല. പടച്ചവനെ മസ്ജിദുൻ നബവിയിലേക്ക് എല്ലാവരും ഓടുകയാണ്, മുത്തുനബിയുടെ വീട്ടിലേക്ക് ഓടുകയാണ്. ആരോ പറഞ്ഞു അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായെന്ന്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പറയുകയാണ്, മഹാനായ ഉസ്മാൻ തങ്ങൾ രണ്ട് സ്വഹാബികളുടെ തോളിൽ ഇങ്ങനെ പിടിച്ചിട്ട് കാലിഴച്ചുകൊണ്ടാണ് മുത്തുനബിയുടെ വീട്ടിലേക്ക് വരുന്നത്. അലിയാർ തങ്ങൾ മിണ്ടുന്നു. സ്വഹാബത്ത് മുഴുവനും കരച്ചലാണ്, ഒരു മനുഷ്യനും പരസ്പരം സംസാരിക്കുന്നില്ല. ആ സമയത്താണ് ഉമർ വരുന്നത്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഊരിപ്പിടിച്ച വാളുമായി കടന്നു വരികയാ. ഒരു ഭ്രാന്തനെ പോലെ, ബോധം നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ പോലെ വാള് കൊണ്ടുവന്ന് മുത്തുനബിയുടെ വീടിന്റെ മുന്നിൽ വന്നിട്ട് അവിടെന്ന് പറയുകയാ, റസൂലുള്ളാഹി ഉറങ്ങുകയാ, റസൂലുള്ളാഹി ഉറങ്ങുകയാ. മൂസാ നബി 40 ദിവസം അല്ലാഹനെ കാണാൻ പോയതുപോലെ എൻ്റെ മുത്തുനബി പോയിട്ട് തിരിച്ചു വരും. ആരെങ്കിലും അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായെന്ന് പറഞ്ഞാ അവന്റെ തലയെടുക്കുമെന്ന് വാള് കയ്യിൽ പിടിച്ചുകൊണ്ട് പടച്ചവരെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അബൂബക്കർ തങ്ങളില്ലായിരുന്നു. തന്റെ അകന്ന തടർച്ചവനെ തന്റെ വീട്ടിൽ പോയിരുന്നു. അകന്നൊരൽത്ത സ്ഥലത്തൊരു ഭാര്യ ഉണ്ടായിരുന്നു. അവിടെയാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പോയത്. അവസാനം അവിടെ നിന്ന് മരണവാർത്ത അറിഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കടന്നു വരികയാ. പടച്ചവരെ, അവിടെ നിന്ന് മുത്തുനബിയുടെ വീടിന്റെ മുന്നിലെത്തി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തന്റെ ഒട്ടകത്തിന്റെ മുകളിൽ നിന്ന്, തന്റെ കുതിരയുടെ മുകളിൽ നിന്ന് ചാടിയിറങ്ങിയിട്ട് മുത്തുനബിയുടെ വീടിന്റെ അകത്തേക്ക് കടന്നുപോയി. പുതച്ചു കിടത്തിയിരിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകനെ പുടച്ചു കിടത്തിയിരിക്കുകയാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മുത്തുനബിയുടെ മുഖത്തിട്ടിരുന്ന തുണിയങ്ങ് മാറ്റുമ്പോ, മുത്തുനബിയുടെ മുഖത്തിട്ടിരുന്ന ആ തുണിയങ്ങ് മാറ്റുമ്പോ സുബ്ഹാനല്ലാഹ് മുട്ടുകുത്തിയങ്ങ് താഴെ വീഴുകയാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ മുഖം കണ്ടപ്പോ അവിടെ നിന്ന് മുട്ടുകുത്തിയിട്ട് നിലവിളിച്ചങ്ങ് താഴെ വീഴുകയാണ്. എന്നിട്ട് റബ്ബേ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് പ്രവാചകനോട് ചോദിക്കുന്നു, നബിയേ, എന്തൊരു ചിരിയാ നബിയേ, എന്തൊരു പ്രകാശമാ നബിയേ. മുത്തുനബിയുടെ മുഖത്തെ ചിരി കണ്ടിട്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് പറയുകയാ, എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിൻ്റെ പ്രവാചകന്റെ വഫാത്ത് സ്വഹാബത്തിനെ എത്ര വേദനിപ്പിച്ചു എന്ന് നമുക്കൊരിക്കലും ചിന്തിക്കാൻ കഴിയില്ല. അവിടെന്ന് ചരിത്രത്തിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖൈബർ യുദ്ധത്തിന്റെ വേളയിൽ ഒരു കഴുതയെ കിട്ടി. മനുഷ്യന്റെ കാര്യം പോകട്ടെ, യൗഫർ എന്ന് പറയുന്ന ഒരു കഴുതയുണ്ടായിരുന്നു. അത് ഖൈബർ യുദ്ധത്തിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂലിന് കിട്ടിയതാണ്. പടച്ചവനെ, പ്രവാചകൻ ആരെയെങ്കിലും വിളിക്കണമെന്ന് പറഞ്ഞാൽ ഈ കഴുതയോട് പറയും. പ്രവാചകനോട് ആ കഴുത സംസാരിക്കുമായിരുന്നു. ആരെയെങ്കിലും വിളിക്കണമെന്ന് പറഞ്ഞാ ഈ കഴുത വീടിന്റെ മുന്നിൽ പോയി നിൽക്കും. ഈ കഴുതയെ കണ്ടാൽ അല്ലാഹുവേ, വീട്ടുകാര് മുത്തുനബിയുടെ മുന്നിൽ വരുമായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രം പറയുകയാ, റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായപ്പോ, മുത്തുനബിയുടെ മരണവാർത്ത അറിഞ്ഞപ്പോ ഈ കഴുത സഹിക്കാൻ കഴിയാതെ മുത്തുനബിയുടെ വഫാത്ത് കേട്ടപ്പോ അവിടെ നിന്ന് കിണറ്റിലേക്ക് വീണു മരിച്ചുപോയി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പറയുകയാ, അതുപോലെ പ്രവാചകന് ഒരു ഒട്ടകമുണ്ടായിരുന്നു. ഖൽബ എന്ന് പറയുന്ന ഒരു ഒട്ടകമുണ്ടായിരുന്നു. പടച്ചവനെ, മുത്തുനബി വഫാത്തായെന്ന് കേട്ടപ്പോ പിന്നെ ഭക്ഷണം കഴിക്കാതെ, വെള്ളം കുടിക്കാതെ അവിടെ നിന്ന് പട്ടിണി കിടന്ന് മരിച്ചു
മരിച്ചുപോയെന്ന് ചരിത്രം പറയുകയാ. മൃഗങ്ങളുടെ അവസ്ഥ ഇങ്ങനെയാണ്. പടച്ചവനെ, സ്വഹാബത്ത് മുഴുവനും കരഞ്ഞു വിളിച്ചുകൊണ്ട് പ്രയാസത്തിന്റെ നടുവിലിരിക്കുകയാണ്. ഉമർ തങ്ങൾ വാള് പിടിച്ചുകൊണ്ട് നടക്കുകയാണ്. എന്ത് ചെയ്യണമെന്നൊരു മനുഷ്യനും അറിയില്ല. മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മുത്തുനബിയുടെ മുന്നിൽ നിന്ന് എഴുന്നേറ്റു. നേരെ മസ്ജിദുൻ നബവിയുടെ മിഹ്റാബിലേക്ക് കയറി. അല്ലാഹുവേ, പള്ളിക്കകത്ത് ചെന്ന് മിഹ്റാബിന്റെ മുകളിൽ കയറി. സ്വഹാബത്ത് മുഴുവനും പള്ളിയുടെ നാലു ഭാഗത്തും തളർന്നു കിടക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഈ ഇടത് കൈ ഇങ്ങനെ പുറകിൽ കെട്ടിയിട്ട് വാളും കയ്യിൽ പിടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് പറഞ്ഞു, ഇജ്ലിസു യാ ഉമർ, ഉമറേ ഇരിക്കുമറേ, ഉമറേ ഇരിക്കുമറേ. പക്ഷേ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറയുമ്പോ ഉമർ തങ്ങൾ കേൾക്കുന്നില്ല. രണ്ടാമതും പറഞ്ഞു, ഉമറേ ഇരിക്കുമറേ. എന്നിട്ടും കേൾക്കാതെ വന്നപ്പോ മൂന്നാമത് അവിടെന്ന് പറഞ്ഞു, ശക്തിയോടെ പറഞ്ഞു, ഇരിക്കുമറേ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അവിടെ ഇരിക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധമായ ഖുർആനിൽ 2 ആയത്താണ് ഓതിയത്. പള്ളിയുടെ മിഹ്റാബിൽ കയറി നിന്നു. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് തങ്ങള് ഹംദും സ്വലാത്തും പറഞ്ഞു. എന്നിട്ട് അവിടെന്ന് പറയുകയാണ്, മൻ കാന യഅബ്ദു മുഹമ്മദൻ ഫല്യഅലം ഇന്ന മുഹമ്മദൻ ഖദ് മാത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പള്ളിയുടെ മിഹ്റാബിൽ നിന്നുകൊണ്ട് പറയുകയാ, ആരെങ്കിലും മുഹമ്മദിനെയാണ് ആരാധിച്ചതെങ്കിൽ ആ മുഹമ്മദ് മരണപ്പെട്ടു പോയി, ആ മുഹമ്മദ് മരണപ്പെട്ടു പോയി. വമൻ കാന യഅബ്ദുല്ലാഹ് വമൻ കാന യഅബ്ദുല്ലാഹ് ഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്. ആരെങ്കിലും അല്ലാഹുവിനെയാണോ ആരാധിച്ചത്, അല്ലാഹുവിന് വേണ്ടിയാണോ ഇബാദത്ത് ചെയ്തത്, ആ അല്ലാഹു ജീവിച്ചിരിപ്പുണ്ട്, അല്ലാഹു മരിക്കാത്തവനാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇത് പറഞ്ഞിട്ട് പള്ളിയുടെ മിഹ്റാബിൽ നിന്നുകൊണ്ട് പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ആൽ ഇംറാൻ അതിലെ ഒരായത്തങ്ങ് ഓതുകയാണ്. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ അഫ ഇമ്മാത ഔ ഖുതിലന ഖലബതും അലാ അഖാബികും. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഈ ആയത്തങ്ങ് ഓതിയിട്ട് അവിടുന്ന് മുത്തുനബി വഫാത്തായെന്ന് പറയുമ്പോ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇത് പറഞ്ഞു കൊടുക്കുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കയ്യിൽ പിടിച്ചിട്ട് ചോദിക്കുന്ന, അബൂബക്കറെ, റസൂലുള്ളാഹി വഫാത്തായോ, റസൂലുള്ള മരണപ്പെട്ടു പോയോ? അവർക്ക് താങ്ങാൻ കഴിയുന്നതിലപ്പുറമായിരുന്നു. പടച്ചവനെ, ചരിത്രം പറയുകയാണ്, പടച്ചവനെ കയ്യില് കത്തിയും പിടിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യനോടാണ് മുത്തുനബി വഫാത്ത എന്ന് പറഞ്ഞപ്പോ 2 കണ്ണുമങ്ങ് ചൂടുന്നെടുത്തു. ആരോ ഒരാൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂല് വഫാത്ത എന്ന്. ഈ മനുഷ്യൻ ചോദിച്ച്, സത്യമാണോ? രണ്ടാമതും ചോദിച്ചു, മുത്തുനബി വഫാത്തായോ? അവിടെ പറഞ്ഞു, റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായി. തന്റെ കയ്യിലിരുന്ന കത്തി കൊണ്ട് കണ്ണങ്ങ് ചൂഴുകയാണ്. റസൂലുള്ളാഹി തങ്ങളില്ലാത്ത മദീന എനിക്കിനി കാണണ്ട, മുത്തുനബി ഇല്ലാത്ത ഈ നാട് എനിക്ക് കാണണ്ട. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ അവിടെ നിന്ന് ലോകത്തോട് യാത്ര പറഞ്ഞു. ഇനി എന്ത് ചെയ്യണമെന്ന് ആർക്കും അറിയില്ല. ഒരു പ്രവാചകനാണ് വഫാത്തായിരിക്കുന്നത്, എന്ത് ചെയ്യണമെന്ന് ആർക്കും അറിയില്ല. ഇസ്ലാമിന് നേതാവില്ലാതെയായി. പടച്ചവനെ, അങ്ങനെ പ്രവാചകന്റെ ജനാസ 3 ദിവസം അതുപോലെ തന്നെ ഇരിക്കുകയാ. ചരിത്രം പറയുന്നു, അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു പ്രവാചകൻ മരിച്ചാൽ എന്ത് ചെയ്യണമെന്ന് ആർക്കും അറിയില്ല. ഒരാള് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് എന്ത് ചെയ്യണമെന്ന് ആർക്കും അറിയില്ല. പ്രവാചകൻ ഒരു ഖലീഫയെ പറഞ്ഞിട്ടുമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി. അത് കഴിഞ്ഞപ്പോ സ്വഹാബത്തിന്റെ ഇടയിൽ ഒരു ഖലീഫ വേണം. അപ്പോ മുഹാജിറുകൾ പറഞ്ഞു, ഞങ്ങളുടെ ഭാഗത്ത് നിന്നൊരു ഖലീഫയെ തെരഞ്ഞെടുക്കാം. അൻസാറുകൾ പറഞ്ഞു, ഞങ്ങളുടെ ഭാഗത്ത് നിന്നെടുക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചയായി.
തീരുമാനമാകാതെ ദിവസങ്ങൾ 3 ദിവസത്തോളം ഈ ചർച്ച ഇങ്ങനെ നീണ്ടുപോയി. അവസാനം എൻ്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാത്തിബുൽ വഹി എന്നറിയപ്പെടുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും കാര്യങ്ങൾ ഖുർആനിന്റെ ആയത്തുകൾ എഴുതി വെക്കുന്ന സ്വഹാബി പറഞ്ഞു, അൻസ്വാറുകളോട് പറഞ്ഞു കൊടുത്തു, മുഹാജിറിന്റെ ഭാഗത്ത് നിന്നാണ് ഒരു ഖലീഫയെ തെരഞ്ഞെടുക്കേണ്ടത്. അങ്ങനെ മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പേര് പറഞ്ഞു. അങ്ങനെ അബൂബക്കർ തങ്ങളെ ഖലീഫയായി തെരഞ്ഞെടുത്തു. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, ഒരു പ്രവാചകൻ എവിടെ കടന്നാണോ മരിക്കുന്നത് അവിടെയാണ് ഖബറടക്കേണ്ടത്. അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടിൻ്റെ അകത്ത് തന്നെ മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ഖബർ കുഴിച്ചു. മഹാനായ തൽഹ, അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു, ആ സ്വഹാബിയാണ് അവിടെ നിന്ന് ഖബർ കുഴിച്ചത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനാസ കുളിപ്പിച്ചത് മഹാനായ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു, അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മക്കൾ. അങ്ങനെ അവർ 5-6 പേരാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മയ്യത്ത് കുളിപ്പിച്ചത്. അവിടുത്തെ കഫം പൊതിഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകന്മാരുടെ മയ്യത്ത് നമസ്കാരത്തിന് ഇമാമില്ല, എല്ലാവരും സ്വന്തം നിസ്കരിക്കണം. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനാസ എല്ലാവരും സ്വന്തമായിട്ട് അവിടെ നിന്ന് നമസ്കരിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവസാനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനാസ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു, അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അവർ ഖബറിൻ്റെ അകത്തേക്ക് ഇറങ്ങി. പ്രവാചകന്റെ ജനാസ ഖബറിലേക്ക് ഇറക്കി വെച്ചു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ സയ്യിദുന ബിലാൽ റളിയല്ലാഹു തആല അൻഹു, ഇന്നും പള്ളിയിൽ നമ്മൾ ഏതെങ്കിലും ഒരു മയ്യത്ത് കൊണ്ടുവന്ന് ഖബറടക്കി കഴിഞ്ഞാൽ ആ മയ്യത്തിൻ്റെ ഖബറടക്കി 2 ചെടികളും നട്ടിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ആ ഖബറിൻ്റെ മുകളിൽ വെള്ളമൊഴിക്കാറുണ്ട്. അത് ആർക്കാ അർഹതപ്പെട്ടത്? മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ ജനാസ ഖബറടക്കി എല്ലാം കഴിഞ്ഞപ്പോൾ ആ ഖബറിന്റെ മുകളിൽ വെള്ളമൊഴിച്ചത് മഹാനായ സയ്യിദുന ബിലാൽ റളിയല്ലാഹു തആല അൻഹു. പള്ളിയിലെ മുഅദ്ദിന്റെ ജോലിയാത്. പള്ളിയിലെ മുഅദ്ദിൻ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഖബറിന്റെ മുകളിൽ അവിടെ നിന്ന് വെള്ളമൊഴിച്ചത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനാസ ഖബറടക്കിയിട്ട് പോകുമ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അനസ് റളിയല്ലാഹു തആല അൻഹുവോട് ചോദിച്ചു, അനസേ, എങ്ങനെ എൻ്റെ ഉപ്പാടെ മുകളിൽ മണ്ണ് വാരിയിടാൻ നിനക്ക് കഴിഞ്ഞു അനസേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ 10 വർഷം ഖാദിമായി നടന്ന സഹാബിയോട് ചോദിക്കുന്നു, അനസേ, എൻ്റെ ഉപ്പാടെ മുകളിൽ മണ്ണ് വാരിയിടാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിഞ്ഞു? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പ്രവാചകന്റെ വഫാത്ത് സ്വഹാബത്തിൽ പലർക്കും വിശ്വസിക്കാനോ താങ്ങാനോ കഴിഞ്ഞില്ല എന്ന് ചരിത്രം നമുക്ക് പഠിപ്പിക്കുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ആ പ്രവാചകന്റെ സുന്നത്തുകൾ ജീവിതത്തിൽ മുറുകെ പിടിക്ക്. ആ പ്രവാചകനോട് ഒരു മനുഷ്യന് യഥാർത്ഥ മഹബത്തുണ്ടെങ്കിൽ അവന് 4 നല്ല ഗുണങ്ങളുണ്ടാകും. അള്ളാഹു ആ ഗുണങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു സദസ്സിൽ ദുആ ചെയ്യുന്ന സമയം മഴ പെയ്താൽ ആ സദസ്സിലെ ദുആയിക്ക് ഇജാബത്തുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. അൽഹംദുലില്ലാ, നമുക്ക് ദുആയിൻ്റെ സമയമായി. അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മഴ ഇപ്പം ഇവിടെ പെയ്തു തുടങ്ങി. അപ്പം ഇതിനേക്കാളും ഒരു നല്ല അവസരം നമുക്കിനി കിട്ടൂല. എൻ്റെ പ്രിയപ്പെട്ടവരെ, മഴത്തുള്ളികൾ വീഴുന്ന ശബ്ദം കേട്ടില്ലേ? ഇപ്പൊ കേട്ടു. അപ്പം മഴ പെയ്യാൻ തുടങ്ങിയാൽ ദുആയിക്ക്